നിങ്ങളുടെ വണ്ടി 1-2 കൊല്ലമായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഓഫർ മിസ്സാക്കണ്ട. ജസ്റ്റ് 80 റിയലിനാണ് നമ്മൾ ഡീകാർബണൈസേഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഖത്തറിൽ ഇങ്ങനെ ഒരു പ്രൈസ് നിങ്ങൾക്ക് വേറെ എവിടെ കിട്ടാൻ പോണില്ല. ഇത് ഒരിക്കലും മിസ്സാക്കണ്ട കേട്ടാ. വേം പോകുന്നോളി. ഈ കാണുന്നതാണ് കേട്ടോ ഹൈഡ്രജൻ. ഇതുവരെ ഹൈഡ്രജൻ കണ്ടിട്ടില്ല, ഇപ്പൊ കണ്ടോളി. ഈ ഹൈഡ്രജൻ ആണ് നമ്മൾ എഞ്ചിന്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുന്നതും ഇത് പോയിട്ടാണ് നമ്മളെ എഞ്ചിനിൽ കിടക്കുന്ന പഴയ ഈ കാർബണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇത് പോയിട്ട് ക്ലീൻ ആക്കിയിട്ട് പുറന്തള്ളുന്നതാണ് കേട്ടോ. എഞ്ചിൻ മാത്രമല്ല കാറ്റലറ്റിക് കൺവേർട്ടർ ഒക്കെ ഇപ്പൊ ഡീസൽ വണ്ടിയാണ് DPF ഫിൽറ്റർ ഒക്കെ ക്ലീൻ ആക്കിയിട്ട് കാർബൺ സൈലൻസർ കൂടെ പുറത്തുള്ളൂ, ഫുള്ള് പുറത്തു തള്ളൂ അല്ലേ. പിന്നെ ഇതുകൊണ്ട് വേറെ ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയുള്ളത്? അതുകൊണ്ട് ഫ്യൂൽ എഫിഷ്യൻസി കൂടുന്നുണ്ട്, മൈലേജ് ഒക്കെ കൂടും, മൈലേജ് കൂടുന്നുണ്ട്. പിന്നെ വണ്ടിന്റെ എഞ്ചിന്റെ നോയ്സ് വൈബ്രേഷൻ ഇതൊക്കെ ഒന്ന് കുറക്കൂല ഈ ഒരു സംഭവം കൊണ്ട്. അതൊന്നും മെയിൻ ആയിട്ട് ഈ കാർബൺ ഡെപ്പോസിറ്റ് കൊണ്ടാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ വരുന്നത്, കുറെ അടയുന്ന സമയത്ത്. പിന്നെ അതൊന്ന് ക്ലീൻ ആയി കഴിഞ്ഞ സമയത്ത് അതുകൊണ്ട് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ എല്ലാ വണ്ടികൾക്കും കൊടുക്കാം. എല്ലാ വണ്ടികൾക്കും ഇത് മറ്റുള്ളവർക്ക് ഉപകാരം. ഈ പുതുതായിട്ട് സെക്കൻഡ് ഹാൻഡ് വണ്ടികളൊക്കെ എടുക്കുന്നവരൊക്കെ അല്ലേ, അവരൊക്കെ വേണമെങ്കിൽ ഈ എഞ്ചിനൊക്കെ ഒന്ന് നിർബന്ധമായിട്ട് ഇത് ക്ലീൻ ചെയ്യണത് നല്ലതായിരിക്കും. പിന്നെ അതേമാതിരി തന്നെ ഇപ്പം വണ്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാല് നമ്മളിപ്പം കമ്പ്യൂട്ടറിൽ എഞ്ചിൻ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊക്കെ കുറച്ച് പെർസെന്റേജ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. ലൈഫ് കൂടുതൽ, പൊതുവെ എഞ്ചിൻ ലൈഫ് കൂടുതലാവുകയാണ് സംഭവം. അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വേറെ എവിടെയല്ല, സ്ട്രീറ്റ് നമ്പർ 23 വക്കാല സ്ട്രീറ്റിൽ സിഗ്നലിനോട് ചേർന്നിട്ടാണ് വരുന്നത്. ഇത് കൂടാണ്ട് നമ്മൾ വേറെ എന്തൊക്കെ സർവീസസ് അല്ലിഞ്ചിൽ ചെയ്യുന്നുണ്ട്? ഇത് കൂടാതെ നമ്മൾ സ്റ്റാർട്ടർ, ഓൾട്ടർനേറ്റർ, ടർബോ ചാർജർ, ഡീസൽ പമ്പ്, ഇഞ്ചക്ടർ, മുന്നെന്തോ ഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലേ? അത് ഇഞ്ചക്ടേഴ്സ്, ഷിപ്പിന് ഇഞ്ചക്ടേഴ്സ്, ഫ്യൂൽ പമ്പ്, അതെ. അതുപോലെ ജനറേറ്ററിന്റെ ഇതെല്ലാം ഡീസലായിട്ട് ബന്ധപ്പെട്ട എല്ലാത്തിനും വരുന്നതാണത്. ഈ പമ്പ്, ഇഞ്ചക്ടർ, ടർബോ ചാർജർ, അത് എക്യുപ്മെന്റ്സ്, പിന്നെ ട്രക്ക്, ബസ്, മെറൈറ്റംസ്, അങ്ങനത്തെ എല്ലാ സാധനത്തിനും വരുന്നുണ്ട്. ഡീസൽ ബന്ധപ്പെട്ടുള്ള എന്ത് മെഷീനറീസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാൻ മറക്കണ്ട. അല്ലിഞ്ച ടെക്നിക്കൽ വർക്ക്സ്. ഈ ഓഫർ ഉണ്ടല്ല, ഈ റംസാന് മാത്രം ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രൈസ് ഹൈ ആക്കുന്നതാണോ, ഇത് മിസ്സാക്കാൻ നിൽക്കണ്ട. ഫാൻ പോകുന്നോളി. കൂടുതൽ കാര്യങ്ങൾക്ക് താഴെ കാണുന്ന ബൈ.